നോമ്പ് ചിന്തകൾ 3-ാം വ്യാഴം. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ എങ്ങനെ നമുക്ക് അനുദിനം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കാൻ സാധിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. വെറും അധരവ്യായാമം ചെയ്യുന്നതുകൊണ്ട് നാം പിതാവിന് ഇഷ്ടപ്പെട്ടവരാകില്ല. മറിച്ച് നാം സ്നേഹത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാകണം. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മീയതയില്ലാത്ത വെറും ഭാഷണങ്ങളാകരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നിടത്ത് ക്ഷമയും കരുണയും നീതിയും ന്യായവുമെല്ലാം ഉണ്ടാകും. ഇവിടെ ഈശോ 2 വീടുകളുടെയും വീട് പണിയുന്നവരുടെയും പാഠം അവതരിപ്പിക്കുന്നു. ഉറച്ച പാറമേൽ ഭവനം പണിത ബുദ്ധിമാനും വെറും മണലിൽ ഭവനം പണിത ഭോഷനും. ആഴമായ വിശ്വാസമാകുന്ന അടിത്തറമേൽ ആത്മീയ ഭവനം പണിതുയർത്തുന്നവർ വചനമനുസരിക്കുന്നവരും പരീക്ഷണങ്ങളിൽ വീണുപോകാത്തവരുമാണ്. വിശ്വാസത്തിൽ ആഴമില്ലാതെ ആത്മീയ ഭവനം പണിതുയർത്തുന്നവർ വചനം ജീവിക്കാത്തവരും പരീക്ഷണങ്ങളിൽ പെട്ടെന്ന് വീണുപോകുന്നവരുമാണ്. നമ്മുടെ ആത്മീയതയും പ്രാർത്ഥനകളും വെറും ഉപരിപ്ലവമാകാതിരിക്കട്ടെ. ഈ നോമ്പുകാലത്ത് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആത്മീയതയുടെ ആഴങ്ങൾ തേടാൻ നമുക്ക് പരിശ്രമിക്കാം. ആഴത്തിൽ അടിസ്ഥാനമിടാൻ ആത്മാവിൻ്റെ കൃപ യാചിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.